സഖാക്കളെ, നമുക്ക് വളരെ ആവേശകരമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ജ്വലിച്ചു നിന്ന വിപ്ലവ സൂര്യൻ എന്നറിയപ്പെടുന്ന സഖാവ് VS ഓർമ്മയായി ഇന്ന് ഒരു വർഷം തികയാണ്. CPM സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലീകൃതമായ അനുസ്മരണ പരിപാടികളാണ് ഇന്ന് കേരളത്തിലാകെ സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ തന്നെ എല്ലാ ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ, ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രഭാത പേരി മുഴക്കി പതാക ഉയർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തുക എന്നുള്ളതാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ഏരിയ അടിസ്ഥാനത്തിൽ അനുസ്മരണ റാലികൾ, പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സഖാവ് VSനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെല്ലാം നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മ വരും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ബാല്യത്തിൽ തന്നെയാണ് ആരംഭിക്കുന്നത്. വളരെ ചെറുപ്രായത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട സഖാവ് VS സ്വന്തം സഹോദരൻ്റെ സംരക്ഷണയിലാണ് വളർന്നത്. പഠനം പ്രതിസന്ധിയായതിനെ തുടർന്ന് ചെറുപ്രായത്തിൽ തന്നെ ജോലിക്ക് പോകേണ്ടി വന്നു. ആലപ്പുഴയിലെ ആസ്പിൻബാൾ കയർ ഫാക്ടറിയിലായിരുന്നു തൊഴിലെടുത്തത്. ആ ആസ്പിൻബാൾ കയർ തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച സഖാവ് VS അതിനോടൊപ്പം തന്നെ കയർ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 1940 അംഗമാകുന്നത്. ഒരു നൂറ്റാണ്ട് കാലത്തോളം സമര പോരാട്ടങ്ങളുടെ പര്യായമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ജ്വലിച്ചു നിന്ന സഖാവ് VS അദ്ദേഹത്തിൻ്റെ 8.5 പതിറ്റാണ്ടിൻ്റെ രാഷ്ട്രീയ ജീവിതം നമുക്കെല്ലാം ഓരോ ഘട്ടത്തിൽ, ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആവേശമുണ്ടാക്കി തന്നിട്ടുള്ളതാണ്. 1941 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയായി പ്രവർത്തിച്ച സഖാവ് കൃഷ്ണപിള്ളയുടെ നിർദ്ദേശമായിരുന്നു സഖാവ് VS കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കേണ്ട ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കുട്ടനാട്ടിലേക്ക് പോയത്. ആ ഘട്ടത്തിലായിരുന്നു തിരുവിതാംകൂർ രാജഭരണത്തിൽ ദിവാൻ സർ CP അധികാരമേറ്റെടുത്ത് തൊഴിലാളികൾക്ക് നേരെ ജന്മിത്വത്തിനു വേണ്ടി ഭീകര തീർവാഴ്ച നടത്തിയ കാലഘട്ടം. അങ്ങനെ ദിവാൻ ഭരണത്തിനെതിരായി തൊഴിലാളികളെ സംഘടിപ്പിക്കുക മാത്രമല്ല, സ്ത്രീകളെയും കുട്ടികളെയും അതിഭീകരമായി വീടുകളിൽ ചെന്ന് ആക്രമിച്ച ദിവാൻ ഭരണത്തിലെ പോലീസിന് എതിരെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്ന ദൗത്യം കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാവ് VSനെ ഏൽപ്പിച്ചു. അതാണ് പുന്നപ്പറയുടെ സമരനായകൻ എന്ന പര്യായം എല്ലാ കാലത്തും VSന് കേരളീയ സമൂഹം ചാർത്തി കൊടുക്കുന്നത്. അലകിൻ്റെ അറ്റം ചെത്തിമിനിക്കുകയാണ് കർഷക തൊഴിലാളികളെ പോലീസിനെ നേരിടാൻ പരിശീലനം കൊടുത്തത്. കുട്ടനാടിനൊരു പ്രത്യേകതയുണ്ട്. കുട്ടനാട്ടിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട തൊഴിലാളി സ്ത്രീകൾ
ജന്മിമാർക്ക് വേണ്ടി സ്വന്തം ഭർത്താവിനെ ബലി കൊടുക്കുന്നൊരു കാലഘട്ടമായി. ബലി കൊടുക്കുന്ന കാലഘട്ടം എന്ന് മാത്രമല്ല, അങ്ങനെ ഭർത്താവ് ജന്മിക്ക് വേണ്ടി മരണപ്പെട്ടാൽ വളരെ അഭിമാനപൂർവം സ്ത്രീകൾ തന്നെ പറയും, തമ്പ്രാനെ വേണ്ടി എൻ്റെ കട്ടിയവൻ ചത്തേ എന്ന് അഭിമാനപൂർവം ജന്മിക്ക് വേണ്ടി പറഞ്ഞൊരു കാലഘട്ടം. അതായത് ജന്മികളുടെ അടിമകളായി ദാസ്യപ്പണി ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് സഖാവ് കൃഷ്ണപിള്ള കുട്ടനാട്ടിലെ ഇത്തരം കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാനുള്ള രാഷ്ട്രീയ നിയോഗം സഖാവ് VS ഏൽപ്പിക്കുന്നു. അത്തരം തൊഴിലാളികളെ വർഗബോധത്തിനിട ഉടമയാക്കി പിന്നീട് നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനം കേരളത്തിൽ ആദ്യമായി രൂപീകരിച്ചു. കേരളത്തിൽ ആദ്യത്തെ കർഷക തൊഴിലാളികളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് സഖാവ് VSൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനമാണ്. ഇപ്പോൾ കേരളത്തിലും രാജ്യത്തും കർഷക തൊഴിലാളി യൂണിയൻ എന്നറിയപ്പെടുന്ന വലിയ വർഗ പ്രസ്ഥാനമായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ സംഘടനയായി ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞു. അത്തരത്തിൽ കുട്ടനാട്ടിലെ അടിമപ്പണി ചെയ്തിരുന്ന കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും വളരെ ചെറുപ്രായത്തിൽ തന്നെ ബ്രിട്ടീഷ് ആധിപത്യ കാലത്ത് രാജഭരണത്തിനെതിരായി, ഭീകര തീർവാഴ്ചയ്ക്കെതിരായി സ്വന്തം ജീവിതം പോലും നഷ്ടപ്പെട്ടേക്കാമെന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി തൊഴിലാളികളെ സംഘടിപ്പിച്ചത്. കർഷക തൊഴിലാളികളെ മാത്രമല്ല, ആലപ്പുഴ ജില്ല എന്ന് പറയുന്ന ജില്ലയ്ക്കൊരു മറ്റൊരു പ്രത്യേകതയുണ്ട്, കയർ വ്യവസായം. ആ കയർ വ്യവസായത്തിന് നിരവധി ബ്രിട്ടീഷ് കമ്പനികൾ, കയർ ഫാക്ടറികൾ പ്രവർത്തിച്ച കാലഘട്ടം. ആ കമ്പനികളിൽ 10,000-കണക്കിന് കയർ തൊഴിലാളികൾ തൊഴിലെടുത്ത കാലഘട്ടം. ചെറിയ കൂലിക്ക് വേണ്ടി പണിയെടുത്ത തൊഴിലാളികളെ യൂണിയൻ സംഘടിപ്പിക്കുകയും ആലപ്പുഴ കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ, ചേർത്തല കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ, മുഹമ്മ കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ എന്നീ നിലകളിൽ കയർ ഫാക്ടറി തൊഴിലാളികളെ ആകെ സംഘടിപ്പിച്ച് കൂലിക്ക് വേണ്ടിയും അവരുടെ അവകാശത്തിന് വേണ്ടിയുമുള്ള അവകാശബോധം തൊഴിലാളികൾ സൃഷ്ടിക്കുന്നതിന് നേതൃത്വം കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തുടക്കം മുതൽ തന്നെ. പിന്നീട് നമുക്കെല്ലാം അറിയുന്നത് പോലെ പാർട്ടിക്കകത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് റിവിഷനിസത്തിനെതിരായി വലിയ പോരാട്ടങ്ങൾ നടത്തി 1964 32 സഖാക്കളുടെ നേതൃത്വത്തിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്നും ഇറങ്ങി വന്ന വിപ്ലവകാരിയായിരുന്നു സഖാവ് VS. 1964 CPM രൂപീകരിക്കപ്പെട്ടപ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ ഉന്നത ഘടകത്തിൽ പ്രവർത്തിക്കുന്ന നേതാവായി സഖാവ് VS മാറി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPM എന്ന പാർട്ടി രൂപീകരിച്ചതോടുകൂടി ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും VS ജനങ്ങൾക്കിടയിൽ സുപരിചിതനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തന രീതിയായിരുന്നു പിന്നീട് നാം എല്ലാം കണ്ടത്. 2006 സഖാവ് VS കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത്. 2006 മുമ്പ് പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് കേരള രാഷ്ട്രീയത്തിലെ ഓരോ ചലനങ്ങളിലും ജനപക്ഷത്തു നിന്നുകൊണ്ട് ശക്തമായ ഇടപെടലും, എവിടെയാണോ വേദന അനുഭവിക്കുന്ന മനുഷ്യർ, അത് വ്യക്തിപരമായ വേദന അനുഭവിക്കുന്ന ആളുകളാണെങ്കിലും സ്ത്രീ സമൂഹത്തിനെതിരായി നടത്തുന്ന അക്രമത്തിനെതിരെയും
കുട്ടികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരെയുമെല്ലാം കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയ ഒരു സഖാവായിരുന്നു VS. അതുകൊണ്ട് തന്നെ മരിക്കുന്നത് വരെ സഖാവ് VS എന്ന് പറയുന്ന രണ്ടക്ഷരം ചെറിയ കുട്ടികൾക്ക് പോലും സുപരിചിതമായ ഒരു പേരായി മാറി. VS എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണരൂപം എന്ത് എന്ന് പോലും പലർക്കും അറിയില്ല. VS എന്ന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ സഖാവ് VS കേരളത്തിലെ കുട്ടികളിലും യുവാക്കളിലും സ്ത്രീജനങ്ങളിലും സമസ്ത മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളിലും ഈ രണ്ടക്ഷരം വികാരമായി ആളിപ്പടരുന്ന ഒരു കാഴ്ചയാണ്, അനുഭവമാണ് കേരളത്തിൽ സഖാവിൻ്റെ മരണം വരെ നമുക്കെല്ലാം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. എത്രയെത്ര പോരാട്ടങ്ങൾ കേരളത്തിലെ കൃഷിഭൂമികളിൽ നെൽകൃഷി അന്യമായി വന്നപ്പോൾ കൃഷിഭൂമിയെ തരിച്ചിട്ട് റിയൽ എസ്റ്റേറ്റുകാർ കച്ചവടത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്ത ഒരു ഭരണകാലം 2001 മുതൽ 2006 വരെ ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഭരണകാലഘട്ടത്തിൽ ശക്തമായ കൃഷി സംരക്ഷണം, നെൽകൃഷി സംരക്ഷണം എന്നതിൻ്റെ ഭാഗമായി കേരള രാഷ്ട്രീയത്തിൽ കർഷക തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾ നടത്തി. അന്ന് കേരളത്തിലെ പ്രമുഖ പത്രങ്ങളും TV മാധ്യമങ്ങളെല്ലാം VSനെ കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാക്കി. വെട്ടിനിരത്തുന്നതിൻ്റെ നേതാവ് സഖാവ് VS. സ്വന്തം ഭൂമിയിൽ എന്ത് കൃഷി ചെയ്യണമെന്ന് പോലും അവകാശമില്ല കർഷകർക്ക്. അതിനെതിരാണ് സഖാവ് VS. അങ്ങനെ എല്ലാ കുറ്റങ്ങളുടെയും ആരോപണങ്ങളുടെയും വലിയ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ഈ കേരളത്തിൽ സഖാവ് VS. എന്നാൽ പിന്നീട് അതേ പത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം VSനെ ആക്ഷേപിച്ച ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് വെട്ടുനിരത്തലിൻ്റെ നേതാവെന്ന് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രചരണങ്ങൾ നടത്തിയ മാധ്യമങ്ങൾ എഴുതി. സഖാവ് VSൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് മാത്രമായിരുന്നു ഇപ്പോൾ കേരളത്തിൽ നാം കാണുന്ന കൃഷിഭൂമി ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്നത്. സഖാവ് VS ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ കൃഷിഭൂമികൾ ഇത്രയും ബാക്കി ഉണ്ടാവില്ല. അതായിരുന്നു മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയത്. കാരണം 2006 അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം കൃഷിഭൂമി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ, കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, അതിൻ്റെ ഭാഗമാണ് നീർത്തട സംരക്ഷണ നിയമം. നീർത്തട സംരക്ഷണ നിയമം വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് കേരളത്തിൽ കുടിവെള്ളം മുട്ടാതെ മനുഷ്യർക്ക് കുടിവെള്ളമെങ്കിലും ലഭ്യമാകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായത്. അതായിരുന്നു പിന്നീട് മാധ്യമങ്ങളിപ്പോൾ മരണത്തിന് ശേഷം എഴുതിയിട്ടുള്ളത്. അത്തരത്തിൽ മരണം വരെ അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മേഖലയിലെ ജനങ്ങൾക്ക് മാത്രമായിരുന്നില്ല അദ്ദേഹം ആവേശം. വളർന്നു വരുന്ന ചെറിയ കുട്ടികൾക്ക് പോലും VS എന്ന് പറഞ്ഞാൽ പ്രായമായ ഒരു മനുഷ്യൻ്റെ പോരാട്ടങ്ങളെ അവഗണനയോട് കാണുന്ന നിലയല്ല യുവാക്കളിലും കുട്ടികളിലും ഉണ്ടായത്. കുട്ടികളുടെയും കൗമാരക്കാരുടെയും ആവേശകരമായ ഒരു നേതാവിൻ്റെ പേര് VS ആയി കേരള രാഷ്ട്രീയത്തിൽ ജ്വലിച്ചു നിന്നു. ഇതായിരുന്നു VSൻ്റെ ദീർഘകാലത്തെ 8 പതിറ്റാണ്ട് കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ജീവിത അനുഭവങ്ങൾ. ഇത് നമുക്കെന്നും ഉദാത്തമായ മാതൃകയാണ്. ഈ മാതൃക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നമുക്കുണ്ടായ തിരിച്ചടിയെ മറികടക്കാൻ. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ പ്ലാൻ ചെയ്ത് കേരള രാഷ്ട്രീയത്തിൽ 2026 നടന്ന തെരഞ്ഞെടുപ്പിൽ
CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ട ജനപിന്തുണയെ തിരിച്ചുപിടിക്കാൻ, അത് VS-ന്റെ ഉജ്ജ്വലമായ ഓർമ്മകൾ, ഉദാത്തമായ മാതൃകാ പോരാട്ടങ്ങൾ നമുക്കെപ്പോഴും വഴികാട്ടിയാണ്. ഈ കാലഘട്ടത്തിനനുസരിച്ച്, പുതിയ കാലഘട്ടത്തിൻ്റെ അഭിരുചികൾക്കനുസരിച്ച് കേരളത്തിലെ മലയാളികളുടെ മനസ്സിനിണങ്ങും വിധം പുതിയ മുദ്രാവാക്യങ്ങൾ പുതിയ കാലഘട്ടത്തിനെ നവീകരിച്ചെടുത്തുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം കൊടുക്കുക എന്നുള്ളതാണ് VS-നെ മാതൃകയാക്കി നമുക്ക് ഏറ്റെടുക്കാൻ ഉള്ള ഒരു വലിയ കടമ. ആ കടമ നിർവഹിക്കുക എന്നതുള്ളതാണ് VS-ന്റെ ഓർമ്മദിനത്തിൽ നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് അന്യമായി പോയ ജനപിന്തുണയെ തിരിച്ചുപിടിക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ. ആ നിലയിലേക്ക് ജനങ്ങളിൽ അവരുടെ വിവിധ വിഷയങ്ങളിൽ, അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ ദുഃഖങ്ങളിൽ നമുക്ക് പടർന്നു കയറാം. VS-ന്റെ ഓർമ്മ, ആവേശജലമായ ആ ധന്യ സ്മരണ നിലനിർത്തിക്കൊണ്ട് മനുഷ്യ മനസ്സിലേക്ക് വരും ദിവസങ്ങളിൽ പടർന്നു കയറി നമുക്ക് നഷ്ടപ്പെട്ട ജനപിന്തുണ തിരിച്ചുപിടിക്കുകയും വലിയ രൂപത്തിലുള്ള ഒരു മഹാപ്രസ്ഥാനമായി കേരളത്തിലെ CPM-നെ വരും ദിവസങ്ങളിൽ കെട്ടിപ്പടുക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുക എന്നത് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അനുസ്മരണ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.